54,000 ആളുകൾ സപ്പോർട്ടേഴ്സ് ആണോ അതോ ഹേറ്റേഴ്സ് ആണോ? അവിടെ കൂടുതലും എതിരാളികളാണ്, ഫാൻസുകാര്. അവര് പക്ഷെ ഫോളോ ചെയ്യുന്നുണ്ട്. അവര് PR വർക്കാന്ന് അറിയില്ല, തെരുവിളിയാണ് ഫുൾ ടൈം. സിനിമാ മേഖലയിൽ ഈ റിവ്യൂ കൊണ്ടുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ റിവ്യൂയുടെ ആവശ്യമില്ല. കാരണം നമ്മൾ റിവ്യൂ കണ്ടിട്ട് പടം കാണാൻ പോകുമ്പോൾ നമുക്ക് നേരത്തെ ഒരു പ്രീ കൺസീവ് ഒരു ധാരണയുണ്ടാവും. അപ്പൊ സിനിമ ഇൻഡിപെൻഡന്റ് ആയിട്ടോ ഇവാലുവേറ്റ് ചെയ്യാനോ എൻജോയ് ചെയ്യാനോ പറ്റില്ല. ഏതെങ്കിലും കഥ എഴുതി വെച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കുറച്ചെല്ലാം എഴുതിയിട്ടുണ്ട്. ഞാൻ ഫിക്ഷനെക്കാട് കൂടുതൽ നോൺ ഫിക്ഷൻ ആണ്. ഫിക്ഷൻ എഴുതിയിട്ടുണ്ട്, നോൺ ഫിക്ഷൻ ആണ് കൂടുതൽ. സിനിമയായിട്ട് എടുക്കാനാണോ അതോ ഷോർട്ട് ഫിലിം? കഥകളെല്ലാം ഉണ്ട്, ഷോർട്ട് ഫിലിം അല്ല, കഥകളെല്ലാം ഉണ്ട്. പക്ഷെ അത് വെച്ച് സിനിമ സ്ക്രിപ്റ്റ് ആയിട്ടാൻ താല്പര്യമില്ല. വരും തലമുറകള് ഇതേപോലത്തെ വീഡിയോസ് ഉണ്ട്, അവര് ചിലപ്പോൾ അതേപോലെ ആവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഈ 2K കേസിന് യാതൊരു ബോധവും ഇല്ല, വായന, ഒരു വിവരം ഒന്നുമില്ല. അപ്പൊ അതേ സംഭവമാണ് നടക്കുന്നത്. ഇപ്പൊ പെരേരയും തൊപ്പിയെല്ലാം പൊട്ടാൻ കാരണം അതാണ്. നല്ല രീതിയിൽ ബാധിക്കുന്നു തോന്നുന്നുണ്ടോ? ബാധിക്കുന്നു, ഡെഫിനറ്റ് ബാധിക്കുന്നു. ഇപ്പൊ തൊപ്പിക്കൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ്. തൊപ്പിക്ക് കുറച്ച് ജീവിതമായിട്ട് പോകട്ടെ, എന്നാലും ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. 2K കേസിന് വിവരമുള്ള 2K കേസ് വളരെ കുറവാണ്. ഇപ്പൊ ഇലക്ഷന് നിൽക്കണമെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൊണ്ടുവരണം. അത് കൊണ്ടുവരണം, അതിന്റെ കുഴപ്പമുണ്ട്. കാരണം അല്ലെങ്കിൽ പല കാര്യം അവർക്ക് അറിയാൻ പറ്റില്ല.